സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു വ്ളോഗർ 3.0. അപ്പോൾ ഗൈസ്, നമ്മൾ വീണ്ടും ഒരു പുതിയൊരു ഗെയിമിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഗെയിം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ FC മൊബൈലാണ് കളിക്കാൻ പോകുന്നത്. FC മൊബൈലിൽ നമ്മൾ എങ്ങനെ എന്ത് ടൈപ്പിൽ ഗോൾ അടിക്കണമെന്ന് നമ്മളല്ല തീരുമാനിക്കണേ, പക്ഷേ ആ സ്പിൻ വീലാണ് തീരുമാനിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം ഗൈസ്. അങ്ങനെ നമ്മൾ സ്പിൻ വീലൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഏതാണെന്ന് നോക്കാം കേട്ടോ ഗൈസ്. ഏതാണ് ഓ ഗൈസ്, ബൈസൈക്കിൾ കിക്കാണ് നമ്മൾ സ്കോർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ബൈസൈക്കിൾ കിക്കാണ് നമുക്ക് സ്കോർ ചെയ്യേണ്ടത്. അത് നമുക്ക് ആദ്യം നമ്മുടെ FC മൊബൈൽ ഗെയിം ഓപ്പൺ ചെയ്യാം. അതിക്ക് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ സ്പിൻ വീലിൻ്റെ 5 തവണയാണ് സ്പിൻ ചെയ്യുന്നത്. 5 ടൈംസാണ് നമ്മൾ സ്പിൻ ചെയ്യണു. അതിനകത്ത് നമ്മൾ എത്ര മെത്തേഡ്സ് കിട്ടണോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ബാക്കി ഉണ്ടെങ്കിൽ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പാർട്ടായിട്ട് ഇടാം, സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം ഗൈസ്. ബേസിക്കലി നമ്മൾ ഗെയിമൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ഏത് പ്ലെയറിനെ വെച്ച് ഗോൾ അടിക്കണം, പിന്നെ അതുപോലെ തന്നെ ഏത് ടീം എടുത്തടിക്കണം, അങ്ങനെ ഒന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അത് എന്നുണ്ട് എനിക്കിഷ്ടമുള്ളൊരു മോഡ് എടുത്താണ് ഗൈസ് നമ്മൾ ഗോൾ സ്കോർ ചെയ്യാൻ പോകുന്നത്. അപ്പം കാണാം ഗൈസ്, ആ മോഡ് എടുത്തിട്ട് നമുക്ക് ബാക്കി കാണാം. ഞാൻ വേറൊരു കൂട്ടം കാണിച്ചു തരാം ഗൈസ്. എൻ്റെ ടീമിൻ്റെ OBR ഞാൻ കാട്ടിത്തരാം. 93 റേറ്റഡാണ് എൻ്റെ ടീം OBR ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ടീമിൻ്റെ OBR എത്രയാണെന്നൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് ആ മോഡിലേക്ക് എന്നിട്ട് കാണാം ഗൈസ്. ഞാൻ എൻ്റെ ഫേവറേറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ചാമ്പ്യൻസ് ലീഗിൽ ഏത് ടീമിനെ, അതായത് ഏത് ക്ലബിനെയാണ് ഇഷ്ടം, അത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. എടുത്തിരിക്കുന്നത് ഗൈസ്, നമുക്ക് ചാമ്പ്യൻസ് ലീഗ് ഇങ്ങനെ കളിക്കാം. ഓക്കെ ഗൈസ്, ഗൈസ് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു മിസ്റ്റേക്ക് പറ്റി, അത് ഗോളായിപ്പോയി. ഞാൻ ബൈസൈക്കിൾ അടിക്കാൻ ശ്രമിച്ചു, ബട്ട് കിട്ടിയില്ല ഗൈസ്. നമുക്ക് എങ്ങനെയും ബൈസൈക്കിൾ അടിക്കാൻ ശ്രമിക്കാം. ബെല്ലിംഗത്തിനെ കൊണ്ട് കയറ്റി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലെയർ ഉണ്ട്, പക്ഷെ ആ പ്ലെയറിന് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഓ നോ ഗൈസ്, അത് ബൈസൈക്കിൾ ആയില്ല. എന്ത് പറ്റി ഗൈസ്, അത് ബൈസൈക്കിൾ കിക്കായില്ല. കുറേ ശ്രമം ഞാൻ കഷ്ടപ്പെട്ടു, എങ്കിലും ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. നമുക്ക് ഇത് നമ്മളെ പിടിക്കണം ഗൈസ്. നമുക്ക് ഈ കീപ്പറില്ലാത്തല്ല, ഡിഫൻഡേഴ്സ് വരാത്ത സ്ഥലം നോക്കി വേണം പിടിക്കാൻ ഗൈസ്. അതാ ബൈസൈക്കിൾ. ഓ ഗൈസ്, ബൈസൈക്കിൾ അടിച്ചിരിക്കുന്നു ഗൈസ്. നമുക്ക് അതിൻ്റെ റീപ്ലേ ഒന്നുകൂടി നോക്കാം. അത് കറക്റ്റ് ബൈസൈക്കിളാണോ നോക്കാം ഗൈസ്. ഈ റോഡ്രിഗോയുടെ അസിസ്റ്റാണ് ലൂക്കാണ്. യെസ് ഗൈസ്, ബൈസൈക്കിൾ. യെസ് ഗൈസ്, അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ സക്സസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡിലേക്ക് സ്പിൻ വീൽ ചെയ്യാം. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ സ്പിൻ വീൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായിരിക്കും വീഴാൻ നോക്കാം നമുക്ക്. ഓ നോ, ഫെനസ്. ഓ ഗൈസ്, ഫെനസാണ് നമ്മൾ സ്കോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ സ്കോർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഗെയിം ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. നമ്മളങ്ങനെ ചാമ്പ്യൻസ് ലീഗെല്ലാം എടുത്തേക്കണം. നമ്മുടെ ടീം വെച്ചിട്ടാണ് നമ്മൾ ഫെനസ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ടീമിൽ ഫേവറേറ്റ് പ്ലെയറാണ് ജാവോ ഫെലിക്സ്. അപ്പോൾ ഫെലിക്സിനെ വെച്ചിട്ടാണ് നമ്മൾ ഫിനിഷ് അടിക്കാൻ പോണേ. ഓ ഗൈസ്, നമ്മൾ ഫിനിഷ് അടിച്ച് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത മെത്തേഡിൽ ഏതാണെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ടോട്ടൽ സ്പിന്ന് 2 എടുത്തു. ഇനി നമുക്ക് സ്പിൻ ചെയ്യാൻ ഇനി 3 സ്പിന്നും കൂടിയാണ് നമ്മൾ ബാക്കിയുള്ളൂ. നമുക്ക് ബൈസൈക്കിൾക്ക് നമ്മൾ സ്പിൻ ചെയ്തപ്പോൾ നമ്മൾ കിട്ടി, അടിച്ചു. പിന്നെ ഫെനസ് അടിച്ചു, അപ്പോൾ 2 അടിച്ചു. ഇനി നമുക്ക് 3 സ്പിന്നും കൂടിയാണ്. ഇതും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 2 സ്പിന്നും കൂടി കിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് സ്പിൻ ചെയ്തൊക്കെ ഇനി ബൈസൈക്കിളും ഫെനസും വന്നാൽ കൂട്ടില്ല കേട്ടോ. അടുത്തതാ. ഓ ഗൈസ്, പ്രാങ്ക് ദ കീപ്പർ ഇൻ ട്രെയിനിങ്. ഓ ഭയങ്കര എളുപ്പം, സിമ്പിളൈസ്. ഇത് ഭയങ്കര എളുപ്പമാണ്, ഇപ്പം തന്നെ നമുക്ക് ചെയ്യാം ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രെയിനിങ് മോഡ് എടുത്തിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഗെയിമൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലബ്ബിൽ പോയി നമ്മുടെ ട്രെയിനിങ് സെക്ഷൻ എടുക്കാം ഗൈസ്. നിങ്ങളുടെ ടീമിൽ ഏറ്റവും റേറ്റിംഗ് ഉള്ള ഏത് പ്ലെയറാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ OBR കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഗൈസ്. OBR കൂടി ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേരെ. എൻ്റെ OBR 93 ആണ്.
ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രാങ്ക് ദ കീപ്പറാണ്. ചിലപ്പോൾ കീപ്പർ പിടിച്ചാൽ നമ്മൾ റീഡെടുക്കേണ്ട വരും. കീപ്പർ പിടിക്കാണ്ട് മാക്സിമം ശ്രമിക്കണം ഗൈസ്. ഫ്രാങ്ക് ദ കീപ്പറാണ്. അത് നമ്മുടെ പ്ലേയേഴ്സ് കുറച്ച് കീറി പെനാൾട്ടി ബോക്സിലേക്ക് വരണം, എന്നാലാണ് ശരിയാവുള്ളൂ. ഹെയ്നൻ യെസ് ഗൈസ്. ഇപ്പോൾ 2 പ്ലെയർ ബോക്സിൻ്റെ അകത്തുണ്ട്. അപ്പോൾ 3ആയി. ഓനോ പിടിച്ചില്ല അയ്യ. ഓനോ ഡോക്ക് കിട്ടി ഗൈസ്, കിട്ടി യെസ് ഗൈസ്. അങ്ങനെ ഹെയ്നൻ ജോ യെസ് ഗൈസ്. ബട്ട് കീപ്പർ തട്ടുണ്ട്. കീപ്പറിന് അത് എത്ര നേരം പിടിച്ചേക്കാൻ പറ്റും? ഡോക്കു യെസ് ഗൈസ്. ജോർജീനിയോ ഡോക്കു യെസ് ഗൈസ്. ലോങ് കൊടുക്കാം. ഓനോ പിടിച്ചു. ഓ ഗൈസ്, പിടിച്ച് റീഡെടുക്കണം. ഇനിയും വീണ്ടും റീഡെടുക്കണം. ഓക്കെ, നോ പ്രോബ്ലം ഗൈസ്. സെർജിയോ റാമോസിൻ്റെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹെയ്നൻ ഗൈസ്. നമുക്ക് കേട്ടാം. ഇനി ആ കീപ്പറിനെ നമുക്ക് പ്രാങ്ക് ചെയ്യുന്നു, അടിക്കുന്നു. അയ്യോ, അത് പ്രാങ്കായി പോയില്ല. പിടിച്ചു ആ പ്രാങ്ക്. ഓ നോ, വീണ്ടും പിടിച്ച് ഗൈസ്. നോ വേ ഗൈസ്. അപ്പം നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാം. നമുക്ക് റൈറ്റ് വിങ് കൊടുക്കാം, റാഫാനിക്ക് കൊടുക്കാം. ഡോക്കു അടിച്ചില്ല. ഓ ഗൈസ്, വാട്ട് എ മിസ്റ്റേക്ക്. നോ വേ ഗൈസ്. നമുക്ക് ഇത് ഫൈനലാണ് കേട്ടോ ഗൈസ്. ഇത് തോക്കാണ്ട് മാക്സിമം ശ്രമിക്കാം. ഇത് നമ്മൾ 2 തവണ പ്രാങ്ക് ചെയ്യുന്നുള്ളൂ. അത് നമ്മൾ നിർത്തും. അതിനപ്പം തന്നെ നമ്മൾ അടുത്ത മോഡിലേക്ക് ശ്രമിക്കാം ഗൈസ്. ഫസ്റ്റ് പുറത്ത്. ഓ വീണ്ടും പോയി. വേണ്ട, ഒരു ചാൻസ് കൂടി എടുക്കാം ഗൈസ്. നോ പ്രോബ്ലം ഗൈസ്. വൺ ചാൻസ് ഓൾസോ. ഡാനിയൽ പെരേറ, സെർജിയോ റാമോസ്. പോസി. ഹെയ്നൻ റാഫാനിക്ക് കൊടുക്ക്. ഇങ്ങോട്ട് ജോ പോസി. ഗൈസ്, പേടിക്കണ്ട. ബോൾ കീപ്പറുടെ കയ്യിൽ കിട്ടിയള. റാഫാനി അടിക്കടി. ഗൈസ്, അൺബിലീവബിൾ. ഇറ്റ്സ് അൺബിലീവബിൾ. സ്റ്റെഗണ വന്നെടുക്കാൻ പോണ ബോള് ഗൈസ്. നിങ്ങളുടെ കീപ്പർ ഏതാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേ ഗൈസ്. നമുക്ക് ഈ ജോ ഫെലിക്സിന് കൂടി പാസ് കൊടുക്കാം ഗൈസ്. ഓപ്പൺ ഗോൾ. യെസ് ഗൈസ്, സിമ്പിൾ. നമ്മൾ ഗോൾ കീപ്പറിനെ മാക്സിമം ശ്രമിച്ചു. നമുക്ക് അടുത്ത സ്പിന്നിൽ നമ്മൾ അടുത്ത പാർട്ട് 2 ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ കാണാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത്രയും മതി. ഇറ്റ്സ് മീ ഇവാഞ്ചൽ ഇൻഡു സൈനിങ് ഔട്ട് ഫ്രം ഇയ വ്ളോഗർ 3.0. ഇപ്പോൾ ഇത്ര 5 മിനിറ്റ് വീഡിയോ ആയി. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി പാർട്സ് കാണാം ഗൈസ്. അപ്പം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ ഗൈസ്, ബൈ.